ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീമാരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ലോക്സഭയിൽ പ്രതിപക്ഷം ബഹളം വെക്കുന്നത്. കോൺഗ്രസ് എംപിമാർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നടുത്തളത്തിലിറങ്ങി വെല്ലിലിറങ്ങി പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിക്കുകയാണ്. ഛത്തീസ്ഗഡിലെ ദുർഗ് ജയിലിലാണ് ഇപ്പോൾ കന്യാസ്ത്രീകൾ ഉള്ളത്. മതപരിവർത്തനം ആരോപിച്ചുകൊണ്ടാണ് ബജ്രംഗ് ദളും ഒപ്പം തന്നെ VHPയും ഉൾപ്പെടെയുള്ള തീവ്ര ഹിന്ദു സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഛത്തീസ്ഗഡ് പോലീസ്, റെയിൽവേ പോലീസ് ഉൾപ്പെടെ അവരെ അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി ശരത്ലാൽ നമുക്കൊപ്പം ചേരുകയാണ്. ശരത്ലാൽ, ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. പക്ഷേ അടിയന്തര പ്രമേയത്തിന് BJP അവതരണാനുമതി നൽകുന്നില്ലേ സ്പീക്കർ? ഇതിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി ലഭിച്ചില്ല. അതേപോലെ തന്നെ ബീഹാറിൽ നിന്നുള്ള വോട്ടർ പട്ടിക തീവ്ര പരിശോധന സംബന്ധിച്ചും അടിയന്തര പ്രമേയത്തിന് TMC അടക്കമുള്ള കക്ഷികൾ, പ്രതിപക്ഷ കക്ഷികൾ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. ഈ രണ്ട് പ്രശ്നങ്ങളാണിപ്പോൾ സഭയിൽ ബഹളം രൂക്ഷമായിരിക്കുന്നത്. കാരണം സഭയിൽ 10ഓളം MPമാർ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസാണ് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധമാണ്. കേരളത്തിലുള്ള MPമാർ നടുത്തളത്തിരുന്ന് പ്രതിഷേധിക്കുന്നു. അതേപോലത്തെ ബീഹാറിൽ വോട്ടർ പട്ടിക ശീഘ്ര പരിശോധന സംബന്ധിച്ചുള്ള അടിയന്തര പ്രമേയം നോട്ടീസ് നൽകിയിരുന്നു. ഇന്ത്യ ബ്ലോക്കിന്റെ യോഗത്തിൽ ഇത് അടിയന്തരമായി ഉന്നയിക്കണമെന്നും ബിനിൽ പോത്തൻ തീരുമാനമെടുത്തിരുന്നു. ഇതും അടിയന്തര പ്രമേയം അനുമതി നിഷേധിച്ചിലെ പ്രതിഷേധമാണ്. സഭ പിരിഞ്ഞിരിക്കുകയാണ് ശരത്ലാൽ. ഇപ്പോൾ പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങി ലോക്സഭ പിരിഞ്ഞിരിക്കുകയാണ്. സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. പിരിഞ്ഞിരിക്കുകയല്ല, നിർത്തിവെച്ചിരിക്കുകയാണ്. എത്ര മണിവരെ എന്ന് അറിയില്ല. ഒരുപക്ഷെ 12 മണിവരെ ആയിരിക്കും. എന്തായാലും തുടക്കത്തിൽ തന്നെ വലിയ പ്രതിഷേധമാണ്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ അറസ്റ്റ്, ഒപ്പം തന്നെ ബീഹാറിലെ SIR-മായി ബന്ധപ്പെട്ട വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും സഭ മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നില്ല. ചോദ്യോത്തരവേള തന്നെ റദ്ദാക്കിക്കൊണ്ട് ഇപ്പോൾ സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. ശരത്ത്, അതെ, സഭ നിർത്തിവെച്ചിരിക്കുന്നു. 12 മണി വരെ സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. 12 മണിക്ക് ശേഷം പഹൽഗാം ചർച്ച, ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച തുടരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും പ്രതിപക്ഷം നടുത്തളത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഭ തുടർന്നു നടത്തിക്കൊണ്ടുപോകാൻ സ്പീക്കർക്ക് കഴിഞ്ഞില്ല. അത് വളരെയധികം ശബ്ദവും മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളും ബീഹാറിലെയും കേരളത്തിലെയും കന്യാസ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ, അല്ലെങ്കിൽ രാജ്യത്തുടനീളം ന്യൂനപക്ഷങ്ങൾക്ക് അക്രമം നടക്കുന്നു. ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ബീഹാർ വോട്ടർ പട്ടികയുടെ ശീഘ്രമായ പരിശോധന എന്നും ആരോപിച്ചാണ് ഇന്ന് സഭയിൽ പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയത്. ഒറ്റക്കെട്ടായിരുന്നു പ്രതിഷേധം. അതുകൊണ്ട് തന്നെ സർക്കാർ സഭ നിർത്തിവെക്കേണ്ടി വന്നു. സ്പീക്കർക്ക് ഇതിൽ കൂടുതൽ സഭയെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് തുടർന്നാണ് സ്പീക്കർ സഭ നിർത്തിവെച്ചത്. 12 മണിക്ക് വരെയാണ് സഭ നിർത്തിവെച്ചിരിക്കുന്നത്. ഏതായാലും കടുത്ത പ്രതിഷേധം പ്രതിപക്ഷ കക്ഷികൾ സഭയിൽ ഉയർത്തി എന്ന് നമുക്ക് പറയേണ്ടി വരും. ബിനിൽ, ലോക്സഭയിൽ മറ്റേ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചർച്ച എപ്പോഴാണ് ആരംഭിക്കുന്നത്? ലോക്സഭയിൽ ചർച്ച ആരംഭിക്കുന്നത്. ഭരണപക്ഷത്തിൽ നിന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആയിരിക്കും ലോക്സഭയിൽ ഇത് അവതരിപ്പിക്കുക. ലോക്സഭയിൽ 16 മണിക്കൂറാണ്. ഇപ്പോൾ ശശി തരൂർ കോൺഗ്രസ് പട്ടികയില്ല എന്ന കാര്യത്തിൽ വ്യക്തത പൂർണ്ണ രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ ശശി തരൂർ തയ്യാറായില്ല. നമ്മൾ ശശി തരൂരിനോട് ഈ സംബന്ധിച്ച് പ്രതികരണം തേടിയിരുന്നു. എന്നാൽ ഒന്നും പ്രതികരിക്കാതെ സഭയിലേക്ക് കയറി പോവുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഏതായാലും ചർച്ചയിൽ പൂർണ്ണ രൂപത്തിൽ സഹകരിക്കാനും പ്രതിപക്ഷ കക്ഷികൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. സഭ 12 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ശരത്ലാൽ.